നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടപ്പാളിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച അപകടം. 40ഓളം യാത്രക്കാർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. പരിക്കേറ്റവർ എടപ്പാൾ, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സയിൽ. അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെ ഉണ്ടായ സംഘർഷം. CPM പ്രവർത്തകരും അനുഭാവികളുമായ 20 പേർക്കെതിരെ കേസെടുത്തു. സംഘർഷം നിയന്ത്രിക്കാനാണ് ലാത്തി വീശിയതെന്ന് പോലീസ്. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ 101ാമത് സംയുക്ത തിരുനാൾ ജനുവരി 24 മുതൽ 27 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. തിരുനാൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവം. വടക്കേക്കോട്ടോൾ സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. 56 വയസ്സുള്ള കൃഷ്ണനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. പോലീസിന് നേരെ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ കാപ്പ പ്രതിയടക്കം 3 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് കല്ലൂർ കണ്ടംപുള്ളി അക്ഷയ്, ഒരുമനയൂർ ഒറ്റത്തെങ്ങ് കോറോട്ട് നിതുൽ, വടക്കേക്കാട് കല്ലൂർ പ്രദീപ് എന്നിവരെയാണ് ഗുരുവായൂർ പോലീസ് SHO C പ്രേമാനന്ദകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം SI അനുരാജും സംഘവും അറസ്റ്റ് ചെയ്തത്. 3 പേരും ബൈക്കിൽ അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തുന്നത് കണ്ട പോലീസുകാരൻ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അഞ്ഞൂർ നമ്പീശൻപടിയിൽ നിന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പിടികൂടാൻ എത്തിയ പോലീസുകാർക്ക് നേരെയും ഇവർ കത്തികാട്ടി ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പോലീസ് സാഹസികമായാണ് ഇവരെ കീഴടക്കിയത്. ജില്ലയിൽ പ്രവേശന വിലക്കുള്ള കാപ്പ കേസിലെ പ്രതിയാണ് അക്ഷയ്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇയാൾക്കെതിരെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിതുലും ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ 3 പേരെയും റിമാൻഡ് ചെയ്തു. എടപ്പാളിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച അപകടം. 40ഓളം യാത്രക്കാർക്ക് പരിക്ക്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെ എടപ്പാൾ മാണൂരിലാണ് അപകടം. പരിക്കേറ്റവരെ എടപ്പാൾ, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മാനന്തവാടിയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസും എറണാകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസുമാണ് കൂട്ടിയിടിച്ചത്. അപകട കാരണം വ്യക്തമല്ല. ഇരുവാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നാട്ടുകാരും സ്ഥലത്തെത്തിയ പൊന്നാനി പോലീസും ചേർന്നാണ് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാവിലെ ക്രെയിനുകൾ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്തത്. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ 101ാമത് സംയുക്ത തിരുനാൾ ജനുവരി 24 മുതൽ 27 വരെയുള്ള തീയതികളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് നവനാൾ തിരുകുർബാന, തിരുകർമ്മങ്ങൾ, പ്രസിഡന്റ് വാഴ്ച എന്നിവയ്ക്ക് പുതുശ്ശേരി ഇടവക വികാരി ഫാദർ റോജോ എലുവത്തിങ്കൽ കാർമ്മികനാകും. രാത്രി 8 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കുന്നംകുളം ACP CR സന്തോഷ് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കും. ശനിയാഴ്ച നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോസ് കിടങ്ങൻ CMI കാർമ്മികനാകും. വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പ്, ഭക്തിസാന്ദ്രമായ അമ്പ് വള എഴുന്നള്ളിപ്പ്, രാത്രി 11:30 സംയുക്ത ബാൻഡ് വാദ്യവും ഉണ്ടാകും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ ജെറിൽ മാളിയേക്കൽ മുഖ്യ കാർമ്മികനാകും. അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, കുർബാന എന്നിവയ്ക്ക് നവവൈദികൻ ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ കാർമ്മികത്വം നൽകും. കണ്ണുംചിപ്പിക്കുന്ന വർണ്ണമഴ, സ്റ്റേജ് ഷോ, മെഗാ ഫ്യൂഷൻ ഷോ എന്നിവയും തിങ്കളാഴ്ച പൂർവികർക്ക് വേണ്ടിയുള്ള റാസ, കുർബാന എന്നിവയും ഉണ്ടാകും. കൊഴിഞ്ഞമ്പാറ മൈനർ സെമിനാരി പ്രൊക്യൂറേറ്റർ ഫാദർ ജസ്റ്റിൽ തടത്തിൽ മുഖ്യ കാർമ്മികനാകും. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ്, ഗാനമേള, കൊച്ചിൻ കാർണിവൽ എന്നിവയുടെ ഉദ്ഘാടനം ഗുരുവായൂർ SHO C പ്രേമാനന്ദകൃഷ്ണൻ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, കൈക്കാരൻ PV തോമസ്, ജനറൽ കൺവീനർ MK ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ബിനു ജോൺസൺ T, ജോയിന്റ് ജനറൽ കൺവീനർ PA വിൻസെന്റ്, ഫിനാൻസ് കൺവീനർ TL ജെയ്സൺ എന്നിവർ പങ്കെടുത്തു. അച്ഛൻ ജെറിൽ എന്ന് പറഞ്ഞ നവവൈദികനാണ്. ഞങ്ങളുടെ ഒരു ഇടവകയിൽ ഒരു കൊല്ലം ഡീക്കനായിരുന്നു. അതുപോലെ തന്നെ ഉച്ചരിൽ കുർബാനയ്ക്ക് വരുന്ന അച്ഛനും നവവൈദികനാണ്. ഇവിടെ കാറ്റഗിസം പഠിപ്പിക്കാൻ വന്നിരുന്ന അച്ഛനാണ്. അപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഈ കൊടി ഉയർത്തിയത് ഒരു ഡെന്നി താണിക്ക് എന്ന് പറഞ്ഞ ഫാമിലി അപ്പോസിലെ ഡയറക്ടറാണ്. അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെയുണ്ടായ സംഘർഷം. CPM പ്രവർത്തകരും അനുഭാവികളുമായ 20 പേർക്കെതിരെ കേസെടുത്തു. പൂരത്തിനിടെ ഞായറാഴ്ച വൈകിട്ട് കമ്പനിപ്പടിയിലാണ് സംഘർഷവും പോലീസ് ലാത്തിചാർജും ഉണ്ടായത്.
സംഭവത്തിൽ 2 പോലീസുകാർ അടക്കം 4 പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർക്ക് ലാത്തിയടിയേൽക്കുകയും ചെയ്തിരുന്നു. CPM അനുകൂല പൂരാഘോഷ കമ്മിറ്റിയായ കോസ്കോ ക്ലബ് അംഗങ്ങളും അഞ്ഞൂർകുന്ന് സ്വദേശികളുമായ പ്രസാദ്, സുനേഷ്, കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിഖിൽ, ചേലക്കര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അതുൽ കൃഷ്ണ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. സംഘർഷം തടയാനാണ് ഇടപെട്ടതെന്ന് പോലീസ് അറിയിച്ചു. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ വടക്കേക്കോട്ടോൽ സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. 56 വയസ്സുള്ള കൃഷ്ണനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 18-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കുകയായിരുന്നു എന്നാണ് പരാതി. സംഭവത്തെ തുടർന്ന് കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് വിവരം പുറത്തറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഗുരുവായൂരിൽ കാനകൾക്ക് മുകളിൽ നഗരസഭ സ്ഥാപിച്ച ഇരുമ്പ് ഗ്രില്ലുകൾ വ്യാപകമായി മോഷണം പോയി. പടിഞ്ഞാറെ നടയിൽ ITI കമ്പിപ്പാലം റോഡിലെ കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ച 17 ഗ്രില്ലുകളാണ് മോഷണം പോയത്. 2 അടി മുതൽ 4 അടി വരെ വലിപ്പമുള്ള ഗ്രില്ലുകളാണിത്. 20 കിലോമീറ്റർ 40 കിലോ വരെ തൂക്കം വരുന്നവയാണിവ. റോഡിൽ കെട്ടിനിൽക്കുന്ന വെള്ളം കാനയിലേക്ക് ഊർന്നു പോകാൻ വേണ്ടി സ്ഥാപിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഗ്രിൽ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച നാടോടി സംഘത്തെ നാട്ടുകാർ പിടികൂടിയിരുന്നു. അശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ചതിനാലാണ് ഗ്രില്ലുകൾ മോഷണം പോകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഗ്രില്ലുകൾ ഇളക്കിക്കൊണ്ടുപോയതിനെ തുടർന്നുണ്ടായ വിടവിൽ വാഹനങ്ങൾ വീട് അപകടം സംഭവിക്കുന്നുണ്ട്. കാൽനട യാത്രികരും ഇതിൽ വീഴാനിടയാകുന്നുണ്ട്. ഫോൺ പിടിച്ചുവച്ചതിന് അധ്യാപകന് നേരെ വിദ്യാർത്ഥിയുടെ കൊലവിളി. തൃത്താല ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നെഞ്ചിടിപ്പേറ്റുന്ന സംഭവം അരങ്ങേറിയത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതുലംഘിച്ച് മൊബൈലുമായി വന്ന വിദ്യാർത്ഥിയുടെ ഫോൺ അധ്യാപകൻ പിടിച്ചുവാങ്ങി പ്രധാനാധ്യാപകന്റെ കൈവശമേൽപ്പിച്ചു. ഇതു ചോദിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥി പ്രധാനാധ്യാപകന്റെ മുറിയിലെത്തിയത്. തനിക്ക് മൊബൈൽ തിരിച്ചു വേണമെന്ന വാശിയിലാണ് വിദ്യാർത്ഥി സംസാരിച്ചത്. ഇത് ചോദ്യം ചെയ്തതോടെ വിദ്യാർത്ഥി അധ്യാപകരോട് കയർത്തു. തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് നാട്ടുകാരോട് മുഴുവൻ പറയുമെന്നായിരുന്നു ആദ്യം വിദ്യാർത്ഥിയുടെ ഭീഷണി. ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുമെന്നും വിദ്യാർത്ഥി പറഞ്ഞു. ഇതുകൊണ്ടും അധ്യാപകൻ വഴങ്ങാതിരുന്നതോടെ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി. പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യുക എന്ന് അധ്യാപകൻ ചോദിച്ചതോടെ കൊന്നുകളയുമെന്നായിരുന്നു +1 വിദ്യാർത്ഥിയുടെ ഭീഷണി. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് പിന്നെ എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ടും പറഞ്ഞ കൊന്നിട്ടും. നിന്റെ ഫോൺ കണ്ടോ? തൃത്താല പോലീസിൽ പരാതി നൽകുമെന്ന് അധ്യാപകർ വ്യക്തമാക്കി. കുട്ടികളിൽ വ്യാപിക്കുന്ന ലഹരി ഉപയോഗം നിയന്ത്രിക്കാനും മത അധ്യാപകരും ജാഗ്രത പുലർത്തണമെന്നും കൃത്യമായ ബോധവൽക്കരണം നൽകി കുട്ടികളെ സംരക്ഷിക്കണമെന്നും അക്ബർ അലി നിസാമി അൽഹികമി പറഞ്ഞു. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വടക്കേക്കാട് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപ്പുങ്ങൽ മദ്രസയിൽ നടത്തിയ യോഗത്തിൽ വടക്കേക്കാട് റേഞ്ച് ട്രഷറർ ഹുസൈൻ ഭാഗവി അധ്യക്ഷത വഹിച്ചു. അബ്ദുസമദ് മദനി, ശുക്കൂർ സാഹിദി, കുഞ്ഞു മുഹമ്മദ് സഖാഫി എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസിന് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് ഷെരീഫ് ഹാജി, ജനറൽ സെക്രട്ടറി കുഞ്ഞഹമ്മദ് സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ മഞ്ജുളാൽ തറ പൂർണ്ണമായും പൊളിച്ചുമാറ്റി. മഞ്ജുളാൽ വീഴാതിരിക്കാൻ പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷമാണ് തറ പൊളിച്ചുമാറ്റിയത്. വെങ്കലത്തിൽ തീർത്ത ഗരുഡ പ്രതിമ സ്ഥാപിക്കാനുള്ള തറ പണിതതിനു ശേഷം പ്രത്യേകം തയ്യാറാക്കിയ കരിങ്കൽ പാളി കൊണ്ട് ആലിന് തറ കിട്ടും. ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് സുരക്ഷാവേലി കെട്ടിമറച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പറവൂർ സ്വദേശി വേണു കുന്നപ്പള്ളിയുടെ വക വഴിപാടായി 1 കോടി രൂപയാണ് മഞ്ജുളാൽ നവീകരണത്തിനും വെങ്കല ഗരുഡ പ്രതിമ നിർമ്മാണത്തിനും വേണ്ടി ചിലവിടുന്നത്. മഴയും രോഗബാധയും ഹൈമാസ്റ്റലേറ്റും വില്ലനായപ്പോൾ പോർക്കുളം കുതിരപ്പാടത്തെ മുണ്ടകൻ കർഷകർക്ക് വൻ നഷ്ടം. ഡിസംബറിൽ പെയ്ത മഴയിൽ പാടത്ത് വെള്ളം നിറഞ്ഞത് കൊയ്ത്തിന് തിരിച്ചടിയായി. വെള്ളം വറ്റിച്ച് കൊയ്ത്തു നടത്തിയെങ്കിലും വൈക്കോൽ വൻതോതിൽ നഷ്ടമായി. പലയിടത്തും മഴയിൽ നെൽച്ചെടികൾ വീണതോടെ കതിരുകൾ കൊഴിഞ്ഞു വീണു.
ഇത്തവണ നെല്ലിന് രോഗങ്ങൾ കൂടിയതും കർഷകർക്ക് തിരിച്ചടിയായി. കുതിരപ്പാടത്തു സ്ഥാപിച്ച 2 ഹൈമാസ്റ്റ് ലൈറ്റുകൾ സമീപത്തെ പാടങ്ങളിലെ നെൽകൃഷിക്ക് പ്രതികൂലമായതായി കർഷകർ പറഞ്ഞു. രാത്രിയിൽ ഹൈമാസ്റ്റ് ലൈറ്റിൽ സമീപത്തെ പാടത്തെ നെൽച്ചെടികൾ വേഗത്തിൽ വിളഞ്ഞു. മറ്റു ഭാഗങ്ങളിൽ കൊയ്ത്തു നടക്കുമ്പോഴേക്കും കതിരുകൾ കൊഴിഞ്ഞു വീണു. ഇതോടെ വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. ഈ ഭാഗത്ത് വിളവ് കുറഞ്ഞതുമൂലം കൊയ്യാതെ ഉപേക്ഷിച്ച കർഷകരുമുണ്ട്. പാലക്കാട് ജില്ലയിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച പാടങ്ങളിൽ സമാന അനുഭവമുണ്ടായിട്ടുണ്ടെന്ന് കൊയ്ത്തിനെത്തിയ തൊഴിലാളികൾ പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപാണ് കുതിരപ്പാടത്ത് 2 ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കാൽനട യാത്രക്കാരിയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത യുവാക്കൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. തുരുത്തിൽ കുണ്ടന്നൂർ വീട്ടിൽ അനിതയുടെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് മോഷ്ടാക്കൾ കവർന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. അനിതയും സുഹൃത്ത് അനുപമയും വടക്കാഞ്ചേരിയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. കുണ്ടന്നൂർ തുരുത്തിൽ വെച്ചാണ് മോഷണം നടന്നത്. ബൈക്കിലെത്തിയ യുവാക്കളിൽ ഒരാൾ അനിതയുടെ എതിരെ നടന്നു വരികയും മാല പൊട്ടിച്ച് ഓടി ബൈക്കിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മാല പൊട്ടിച്ചിട്ട് പോയെന്ന് കേട്ടിട്ടുണ്ട്. അവരും പിന്നെ അവരിൽ പോയിട്ട് പറഞ്ഞു കണ്ടില്ല, ഏത് വഴിയാ പോയെന്നറിയില്ല. വടക്കാഞ്ചേരി ടൈമിങ്ങിലൊക്കെ പോയി ഞങ്ങൾ ഇറങ്ങാറുണ്ടായിരുന്നു. കുട്ടികളെ വിട്ട് സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാറുണ്ടായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ തിരിച്ച് ഫ്രീ ആയിട്ട് വരാറുണ്ട്. ആരും ഇല്ലാത്ത സമയങ്ങളവിടെ പുറത്തേക്ക്. അപ്പൊ ആരും കണ്ടില്ല. വേഗം ഞങ്ങള് കണ്ട അലക്സ് മാത്രം കണ്ടിട്ടുണ്ട്. ഉണ്ണികൃഷ്ണനും കണ്ടിട്ടുണ്ട്. ബൈക്ക് ഏകദേശം ഉണ്ണികൃഷ്ണന്റെ ഏകദേശം മനസ്സിലാകാൻ നടത്തില്ല. പിന്നാലെ തന്നെ സൈക്കിളും കൊണ്ടാണ്. ഞങ്ങൾക്ക് ഓടിയാലും എത്തില്ല. നമ്പർ ഇട്ട് ഞങ്ങൾക്ക് ക്ലിയറും ആകുന്നില്ലായിരുന്നു. 3 പവനുള്ളതായിരുന്നു. അടുത്തിടെ മാറിയ മാലയായിരുന്നു. എനിക്കറിയാവുന്ന മാല മാറിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച PV കുര്യൻ മാസ്റ്റർ റോഡ് നാടിന് സമർപ്പിച്ചു. 3 മീറ്റർ വീതിയും 250 മീറ്റർ നീളവുമുള്ള റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2024-25 വർഷത്തെ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നും 15 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. റോഡിന്റെ ഉദ്ഘാടനം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായിരുന്നു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന മുഖ്യാതിഥിയായി. ജനപ്രതിനിധികളായ TC മോഹനൻ, NB ജയ, ചെറുപുഷ്പം ജോണി, ശ്രീബിത ഷാജി, ഷാലി ചന്ദ്രശേഖരൻ, സനിൽ കുന്നത്തുള്ളി, PM അബു, കുടുംബശ്രീ ചെയർപേഴ്സൺ ഷീല മുരളി എന്നിവർ സംസാരിച്ചു. പെലക്കാട്ടുപയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. രാവിലെ മുതൽ ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 3-ന് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. തുടർന്ന് 7 ദേശങ്ങളിൽ നിന്നായി വന്ന ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. 6:40-ന് പാണ്ടിമേളത്തോടെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പിൽ 11 ഗജവീരന്മാർ അണിനിരന്നു. വൈകിട്ട് 7:30 മുതൽ വിവിധ ദേശക്കാരുടെ തെയ്യം, തിറ, കാവടി തുടങ്ങിയ കലാരൂപങ്ങൾ ക്ഷേത്ര മൈതാനിയിലെത്തി സമാപിച്ചു. 8:30 മുതൽ 9:30 വരെ നടക്കൽ പറയുമുണ്ടായി. രാത്രി പൂരാവർത്തനത്തിന് ശേഷം പുലർച്ചെ പൊങ്ങിലിടിയോടെ ആഘോഷത്തിന് സമാപനമാകും. പൂരാഘോഷത്തിന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സോമരാജ്, സെക്രട്ടറി PA സജി, മെമ്പർ NM തിലകൻ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ സെബസ്തിനോസിന്റെയും റപ്പായേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ 6:30 നടന്ന വിശുദ്ധ കുർബാനയെ തുടർന്ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുണ്ടായി. ഫാദർ ആന്റണി ആലൂഖ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിയോ പുത്തൂർ സന്ദേശം നൽകി. വൈകിട്ട് ഫാദർ ടൈസൺ മണ്ടുമ്പാലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവുമുണ്ടായി. കൊച്ചിൻ കലാഭവന്റെ ഗാനമേളയും അരങ്ങേറി. വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, കൈക്കാരന്മാരായ ചെറുവത്തൂർ ടാബു, മുരിങ്ങാത്തേരി ഡില്ലൻ, താണിക്കൽ റപ്പായി, ജനറൽ കൺവീനർ മണ്ടുമ്പാൽ ഷാജി, ജോയിന്റ് കൺവീനർ പാറക്കൽ ഷിജു എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിൽ കർമ്മല മാതാവിന്റെയും സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാളിന് ബുധനാഴ്ച മുതൽ തുടക്കമാകും. ബുധനാഴ്ച ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തോടെയാണ് സംയുക്ത തിരുനാളിന് തുടക്കമാവുക. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനാകും. വ്യാഴാഴ്ച അമ്പുതിരുനാൾ ദിവസം രാവിലെ വിശുദ്ധ കുർബാന, പാട്ടുകുർബാന, ലതീഞ്ഞ, നൊവേന എന്നിവയ്ക്ക് ശേഷം അമ്പെഴുന്നള്ളിച്ചുവയ്ക്കൽ, ആശീർവാദം, വിവിധ യൂണിറ്റുകൾക്ക് വെഞ്ചിരിച്ചു നൽകലുമുണ്ടാകും. വൈകിട്ട് ഇടവക യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രദക്ഷിണങ്ങൾ പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്ന ശേഷം മെഗാ തേര് മത്സരങ്ങളും നടക്കും. വെള്ളിയാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനാകും.
തയ്യൂർ പള്ളി വികാരി ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് ബാൻഡ്, ശിങ്കാരിമേളം, ഫ്യൂഷനും ഉണ്ടാകും. ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെമിത്തേരിയിൽ ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ഒപ്പീസ്, വൈകുന്നേരം 7 മണിക്ക് ചെമ്മീൻ മാൻ മെഗാഷോ, ഞായറാഴ്ച വൈകിട്ട് മതബോധന ദിനാഘോഷവും ഉണ്ടാകും. തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജേസൺ പഴയടത്ത് എന്നിവർ നേതൃത്വം നൽകും. ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ ലാറ്റി ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മാത്യു ചക്കാലയ്ക്കൽ, കൈക്കാരന്മാരായ ഔസേപ്പ് വാഴപ്പള്ളി, ബാബു ജോർജ് താണിക്കൽ, ജോസഫ് പുലിക്കോട്ടിൽ, സാബു കുറ്റിക്കാട്ട്, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. കാര്യശേഷിയും നന്മയും പ്രകൃതി സ്നേഹവുമുള്ള വ്യക്തികളെ വാർത്തെടുക്കുന്നതിൽ അതിപ്രധാനമാണ് വായനയും ലൈബ്രറി ഉപയോഗവുമെന്ന് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൊഫസറും ചീഫ് ലൈബ്രറിയനുമായ ഡോക്ടർ ഫ്രാൻസിസ്. ശാസ്ത്ര പ്രചരണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് ICA സ്കൂൾ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്ര പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചു. പ്രിൻസിപ്പാൾ P. അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. കാർഷിക സർവകലാശാല മുൻ ചീഫ് ലൈബ്രറിയനും അധ്യാപകനുമായിരുന്ന അബ്ദുൾ റസാഖ്, എഴുത്തുകാരനും പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ചീഫ് ലൈബ്രറിയനുമായ ഡോക്ടർ KR അജിതൻ എന്നിവർ സംസാരിച്ചു. ICA വൈസ് പ്രസിഡന്റ് P. കുഞ്ഞുമൊയ്തു, വൈസ് പ്രിൻസിപ്പാൾ MK മുഹമ്മദ് യൂനസ്, ലൈബ്രറിയൻ ലൈല, ഇംഗ്ലീഷ് അധ്യാപിക സബിത പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. കനവിൽ കണ്ട കാഴ്ചകൾ കടലാസിലേക്ക് പകർത്തിയപ്പോൾ അത് മനോഹരമായ കവിതയായി മാറി. വടക്കേക്കാട് സ്വദേശി കൂർക്കപ്പറമ്പിൽ നജീബാണ് താൻ കണ്ട സ്വപ്നം മനോഹരമായ കവിതയാക്കി മാറ്റിയത്. ഇസ്മായിലിന്റെ ആടുകൾ എന്നാണ് കവിതയുടെ പേര്. കവി ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് കവിതയുടെ പിറവി. ഇസ്രായേൽ പലസ്തീൻ സംഘർഷവും യുദ്ധവും കെടുതികളുടെ രൂക്ഷതയുമാണ് ലളിതസുന്ദരമായ കവിതയ്ക്ക് ആധാരം. മുൻദിവസങ്ങളിൽ താൻ ചിന്തിച്ചതിന്റെ പ്രതിഫലനമായിരുന്നു ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തിന് നിദാനം. കമ്പിവേലികളുള്ള തന്റെ തൊടിയിലേക്ക് ഇസ്മായിലിന്റെ 2 ആടുകൾ പുല്ല് തേടി വന്നു എന്ന് തുടങ്ങുന്ന കാവ്യത്തിൽ അവയെ കെട്ടിയിട്ടതും കുഴിയിൽ വീണതും അത്താഴമേശയിൽ വിരുന്നൊരുക്കിയതുമെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. ഉറക്കത്തിലായിരുന്നുവെങ്കിലും ആടുകളുടെ നിറവും അത് മുൾവേലി കടക്കാനെടുത്ത പ്രയാസവും നേരിൽ കണ്ട പ്രതീതിയിലായിരുന്നു നജീബിന്റെ കവിതാരചന. ആ കവിത എഴുതുവാൻ കാരണമായത് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൽ ഒരു മുൾവേലി പൊളിച്ച് ഒരു ആട് വളരെ പ്രയാസപ്പെട്ട് ഒരു തൊടിയിൽ നിന്നും മറ്റൊരു തൊടിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ രംഗമാണ് ഞാൻ കണ്ടത്. ആ സ്വപ്നം വളരെ വിവിഡായിരുന്നു. ആ ആടിൻ്റെ കളറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് വളരെ വ്യക്തമായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഞാൻ ഉറക്കമെണീക്കുകയും പിന്നീട് ഞാൻ എഴുതുകയും ചെയ്ത കവിതയാണ് ഇസ്മായിലിൻ്റെ ആടുകൾ. ഇസ്മായിലിന്റെ ആടുകൾ എന്ന കവിത പിന്നീട് മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിക്കുകയും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. കമ്പിവേലികളുള്ള എൻ്റെ തൊടിയിലേക്ക് ഇസ്മായിലിൻ്റെ 2 ആടുകൾ പുല്ല് തേടി വന്നു. അവയെ ഞാൻ മുരിക്കിൻ മരത്തിൽ കെട്ടിയിട്ടു. അവയെ തേടി ആദ്യമെത്തിയ ഇസ്മായിലിൻ്റെ പെങ്ങൾ ഐഷയെ നാരകമരത്തിലും പിന്നീടെത്തിയ അവനെ ഈന്തപ്പന മരത്തിലും കെട്ടിയിട്ടു. അവൻ്റെ വാപ്പയും ഉമ്മയും അവർക്കു വേണ്ടി ഞാൻ കുഴിച്ച കുഴിയിൽ തന്നെ വീണു. ഉടനെ ജർമ്മനിയിൽ താമസിച്ചിരുന്ന റബേക്ക അമ്മായിക്ക് ഞാൻ ഫോൺ ചെയ്തു. അമ്മായി കുടുംബത്തോടെ വന്ന് ഇസ്മായിലിൻ്റെ വീട്ടിൽ താമസം തുടങ്ങി. അവരുടെ ഒലീവ് മരങ്ങളെ കടയോടെ പിഴുത് അവരുടെ തന്നെ വെളുത്ത ഒരിനം മാടപ്രാവുകളെ ചുട്ടുകൊന്ന് അമ്മായി അവസാനമില്ലാത്ത അത്താഴമേശയിൽ വിരുന്നൊരുക്കിയിട്ടുണ്ട്. ഞാനതിൽ പങ്കെടുത്തിട്ട് വരാം. അതെ, നിന്റെ മുറിവുകളിൽ നിന്ന് തന്നെയാണ് രക്തഗന്ധമുള്ള എന്റെ രാജ്യത്തിന്റെ ഭൂപടം പരന്ന് പടർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിലാപത്തിലും ആത്മനൊമ്പരത്തിലുമാണ് CCTV ന്യൂസ് കോർഡിനേറ്റർ കൂടിയായ നജീബ് റസലിന്റെ കവിത അവസാനിക്കുന്നത്. കൾച്ചറൽ ഡെസ്ക്, CCTV. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴി വിതരണം ആരംഭിച്ചു. പഞ്ചായത്ത് അംഗം KR സിമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വെറ്റിനറി ഡോക്ടർ മനോജ് തെറ്റയിൽ പദ്ധതി വിശദീകരണം നടത്തി. പ്രദേശത്ത്
കോഴിമുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടുക്കളമുറ്റത്ത് കോഴി വളർത്തൽ എന്ന പേരിൽ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ച് പദ്ധതി നടപ്പാക്കുന്നത്. 1300 പേർക്ക് 5 വീതം 6500 കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 160 പേർക്ക് 45 മുതൽ 60 ദിവസം വരെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഭരണസമിതിയുടെ 50 വികസന പദ്ധതികളിൽ 6ാമത്തെ ഉദ്ഘാടനമാണ് നടന്നത്. പഞ്ചായത്ത് അംഗം ടെസി ഫ്രാൻസിസ് സ്വാഗതവും ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എ ജോസ് ജോൺ നന്ദിയും പറഞ്ഞു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്ഷയരോഗമുക്ത കണ്ടാണശ്ശേരിക്കായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. നേരത്തെയുള്ള ക്ഷയരോഗ നിർണയം, പോഷക സമൃദ്ധമായ ഭക്ഷണം, നിശ്ചിത കാലയളവിൽ ചികിത്സ പൂർത്തിയാക്കൽ, സമൂഹത്തിൽ ക്ഷയരോഗ സാധ്യതയുള്ളവരെ പരിപാലിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് നിക്ഷയ് ശിവർ എന്ന ക്യാമ്പയിനിൽ നടത്തുന്നത്. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കലാസംഘം വിവിധ പരിപാടികൾ നടത്തും. ക്ഷയരോഗമുക്ത കണ്ടാണശ്ശേരി എന്ന ലക്ഷ്യത്തിലേക്കുള്ള ജനകീയ മുന്നേറ്റത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നിവ്യ റനീഷ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NA ബാലചന്ദ്രൻ, വാർഡ് മെമ്പർമാരായ PK അസീസ്, ജയന്തി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KP, ചാവക്കാട് TB ട്രീറ്റ്മെന്റ് ഓഫീസർ TS ഷെമീമ എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് സ്വാഗതവും സ്കൂൾ ഇൻചാർജ് ജോയ്സി ടീച്ചർ നന്ദിയും പറഞ്ഞു. ആശ, ആരോഗ്യ പ്രവർത്തകർ, നാഷണൽ ഹെൽത്ത് മിഷൻ നഴ്സുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി MC ഐജുവിനെയും ചീഫ് വിപ്പായി റീന വർഗീസിനെയും തെരഞ്ഞെടുത്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെയും സംയുക്ത യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നേതാക്കളായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, അജു നെല്ലുവായ്, സഫീന അസീസ്, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, PK മാധവൻ, റിജി ജോർജ്, സതി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളി പഞ്ചായത്തിലെ 14ാം വാർഡിൽ നിർമ്മിച്ച കാക്കശ്ശേരി വൈലിപ്പാടം റോഡ് നാടിന് സമർപ്പിച്ചു. 3 മീറ്റർ വീതിയും 142 മീറ്റർ നീളവുമുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 7.5 ലക്ഷം രൂപയ്ക്കാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ TC മോഹനൻ, PM അബു, MP ശരത് കുമാർ, SC പ്രൊമോട്ടർ VS സ്വാതി എന്നിവർ സംസാരിച്ചു. മരത്തംകോട് മേരിമാതാ പള്ളിയിലെ സംയുക്ത തിരുനാളിന്റെ 8ാം ഇടവും വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരിയുടെ തിരുപ്പട്ട സ്വീകരണത്തിന്റെ 10ാം വാർഷികവും സീനിയേഴ്സ് ഡേയും സംയുക്തമായി ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ശേഷം തിരുപ്പട്ട സ്വീകരണത്തിന്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഫാദർ നവീൻ മുരിങ്ങാത്തേരിയെ കൈക്കാരന്മാർ പൊന്നാട അണിയിച്ചു. ഇടവകയുടെ സ്നേഹോപഹാരം സമ്മാനിച്ചു. കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, സിസ്റ്റർ സുതാര്യ എന്നിവർ സംസാരിച്ചു. വികാരി സീനിയേഴ്സിനെ ആദരിച്ചു. തിരുനാൾ കൊടിയിറക്കം നിർവഹിക്കുകയും ചെയ്തു. സ്നേഹവിരുന്നും തിരുപ്പട്ട സ്വീകരണത്തിന്റെ 10ാം വാർഷികത്തിന്റെ കേക്ക് മുറിക്കലും നടന്നു. വേലൂർ ഇടവകയുടെ പ്രശസ്തമായ മകരം തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയത്തിലെ യുവാക്കൾ ചേർന്നൊരുക്കിയ പ്രമോ ഗാനം ശ്രദ്ധേയമാകുന്നു. ഡെത്ത് പേ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തിങ്കളാഴ്ച റിലീസ് ചെയ്ത ഈ പ്രമോ വീഡിയോയുടെ എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ചത് ആൽവിൻ തോമസ് ആണ്. സരീഷ് പുളിഞ്ചേരി, ജസ്വിൻ തോമസ്, ജെറാർ ജോയ്, ജസ്വിൻ ജോസ്, ജീവൻ രാജ്, ജുനി മരിയ, പ്രിൻസ് ബട്ടർഫ്ലൈ എന്നിവർ പ്രമോ വീഡിയോയുടെ അരങ്ങിലും അണിയറയിലുമായി സാന്നിധ്യം അറിയിച്ചു. വേലൂര് പള്ളിയിലെ പെരുന്നാള് വന്നല്ലോ, മകരത്തിന് നല്ല നാള്, വേലൂര് പള്ളിയിലെ പെരുന്നാള്. മഞ്ഞിന്റെ കുളിരുള്ള മനമാകെ നിറയുന്ന മകരത്തിലെ പെരുന്നാള് കൂടാനാണ്. കർമ്മന മാതാവും സെബസ്ത്യാനോ സഹതായി ഒന്നിച്ചു നമ്മെ വിളിച്ചിരുന്നു.
യുവജന തൊഴിലാളികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ വഞ്ചന അവസാനിപ്പിക്കണമെന്ന് INTUC യങ് വർക്കേഴ്സ് കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം നൽകി വർഷങ്ങളായി യുവജനങ്ങളെ കബളിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി പറഞ്ഞു. INTUC തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് വിനീഷ് തണ്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി VJ ജോസഫ്, ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, CS അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ സെബസ്തിനോസിന്റെ അമ്പ് തിരുനാൾ ആഘോഷിച്ചു. ഇടവക അംഗം ഫാദർ ഡേവിസ് മേക്കാട്ടുകുളത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ വിശുദ്ധ കുർബാന നടന്നു. 10:15 നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കാനത്ത് കാർമ്മികനായി. എരുമപ്പെട്ടി അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ തിരുനാൾ സന്ദേശം നൽകി. ഇടവക അംഗം ഫാദർ സിജോ കുറ്റിക്കാട്ടിൽ സഹകാർമ്മികനായി. വൈകിട്ട് 4:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക അംഗം ഫാദർ റിജോ മുരിങ്ങാത്തിരി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുരിശും മുത്തുകുടകളുമായി ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ തിരുനാൾ പ്രദക്ഷിണം മുട്ടിക്കൽ കുരിശുപള്ളിയിൽ ചെന്ന് തിരിച്ച് പള്ളിയിൽ സമാപിച്ചു. മേരിമാത മേജർ സെമിനാരി റെക്ടർ ഇടവക അംഗം ഫാദർ സെബാസ്റ്റ്യൻ ചാലയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 7:30 ഓച്ചിറ തിരുവരങ്ങ് അവതരിപ്പിച്ച നാടകം ആകാശം വരയ്ക്കുന്നവർ അരങ്ങേറി. വികാരി ഫാദർ സെവി കവലക്കാട്ട്, കൈക്കാരന്മാരായ ജോൺസൺ മേക്കാട്ടുകുളം, ജോസഫ് ചിറമൽ, റിജി ചെറുവത്തൂർ, തിരുനാൾ ജനറൽ കൺവീനർ റാഫി മേക്കാട്ടുകുളം എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളത്ത് പ്രവർത്തിച്ചു വരുന്ന അസാപ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ 2ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് അസോസിയേറ്റ് ഡയറക്ടർ KV രാഗേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, നഗരസഭാ വാർഡ് കൌൺസിലർ ബിജു C ബേബി എന്നിവർ സംസാരിച്ചു. ഇറാം സ്കിൽ അക്കാദമിയുടെ സെന്റർ ഹെഡ് നന്ദകുമാർ സ്വാഗതവും അക്കാദമിക് കൌൺസിലർ അലി അക്ബർ കാമിൽ നന്ദിയും പറഞ്ഞു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ ഇടവക ദിനാഘോഷവും കുടുംബ കൂട്ടായ്മ സംയുക്ത വാർഷികവും ആഘോഷിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ഡേസൺ മുണ്ടോപ്പുറം അധ്യക്ഷനായി. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡാലി പോൾ CMC അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ, YMCA സെക്രട്ടറി ജോജു പാപ്പു, ചിറളയം ഹോളി ചൈൽഡ് കോൺവെന്റ് സിസ്റ്റർ സുപ്പീരിയർ ആൻജോ CMC, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ലിയോൺ ജോർജ്, ഭക്തസംഘടന ഏകോപന സമിതി കൺവീനർ CO ആന്റണി, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ സാൻഡി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത പാരിഷ് ബുള്ളറ്റിൻ മത്സരത്തിൽ തുടർച്ചയായി 3ാം തവണയും 3ാം സ്ഥാനം നേടിയ ടച്ച് മീ പാരിഷ് ബുള്ളറ്റിൻ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളെയും അതിരൂപതയിലെ ബെസ്റ്റ് മോഡൽ യൂണിറ്റായി തെരഞ്ഞെടുത്ത തിരുബാല സഖ്യം അംഗങ്ങളെയും മോഡൽ യൂണിറ്റായി തെരഞ്ഞെടുത്ത ജൂനിയർ CLC അൾത്താര സംഘം അംഗങ്ങളെയും യോഗത്തിൽ ആദരിച്ചു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കും സമ്മാനങ്ങൾ നൽകി. ജനറൽ കൺവീനർ BC ജോസി സ്വാഗതവും കൈക്കാരൻ KG ബാബു നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. ഇടവക ദിനാഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഡേസൺ മുണ്ടോപ്പുറം, കൈക്കാരന്മാരായ KG ബാബു, പേൾജു B ചുങ്കത്ത്, CN ഇമ്മാനുവൽ, ജനറൽ കൺവീനർ VC ജോസി, ജോയിന്റ് കൺവീനർ ലില്ലി ആന്റണി, കമ്മിറ്റി അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവനന്തപുരം നവമാഭന ചാരിറ്റബിൾ ട്രസ്റ്റ് പുരസ്കാരം എഴുത്തുകാരൻ തലക്കൂട്ടുകര K സിന്ധുരാജ് ഏറ്റുവാങ്ങി. സത്യൻ മുതൽ നയൻതാര വരെ എന്ന കൃതിക്കാണ് പുരസ്കാരം. തിരുവനന്തപുരം മന്നം മെമ്മോറിയൽ ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ നോവലിസ്റ്റ് ഡോക്ടർ ജോർജ് ഓണക്കൂർ പുരസ്കാരം സമ്മാനിച്ചു. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അധ്യക്ഷനായിരുന്നു. വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേശീയ തലത്തിൽ നടന്ന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായി ചാലിശ്ശേരി സ്വദേശി PM ഉസ്മാൻ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. മധ്യപ്രദേശ് ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞ 12 വരെ നടന്ന മിസ്റ്റർ ഇന്ത്യ ജൂനിയർ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ 70 കിലോ വിഭാഗത്തിലാണ് നേട്ടം. ചാലിശ്ശേരി പെരുമണ്ണൂർ കൈപ്രക്കുന്ന് സ്വദേശി പയ്യൂർ വളപ്പിൽ മൊയ്തുണ്ണി മിശ്ര ദമ്പതികളുടെ 2 മക്കളിൽ മൂത്ത മകനായ ഇദ്ദേഹം കഴിഞ്ഞ 10 വർഷം മുൻപാണ് കരുത്തിന്റെ ലോകത്തിലേക്ക് സഞ്ചരിച്ചത്. തന്റെ ഇച്ഛാശക്തിയാൽ വൈകുന്നേരങ്ങളിൽ ജിമ്മിൽ സജീവമായി ശരീര സൗന്ദര്യ പരിശീലനത്തിൽ സജീവമായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ 70 കിലോ വിഭാഗത്തിൽ പങ്കെടുത്ത 10 പേരിൽ കേരളത്തിൽ നിന്നുള്ള ഏക മലയാളി മത്സരാർത്ഥിയും ഈ യുവാവായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ മത്സരാർത്ഥികളെ മറികടന്നാണ് മിസ്റ്റർ ഇന്ത്യ പട്ടവും സ്വർണ്ണ മെഡലും ക്യാഷ് പ്രൈസും കരസ്ഥമാക്കിയത്. കഴിഞ്ഞ 6 മാസമായി ട്രെയിനികളായ ഷാഹിൽ, നിഖിൽ, ഷാനു എന്നിവരാണ് മിസ്റ്റർ ഇന്ത്യ പട്ടം സ്വന്തമാക്കാനുള്ള തീവ്ര പരിശീലനം നൽകിയത്.
2018 മിസ്റ്റർ മലപ്പുറം, മിസ്റ്റർ പാലക്കാട് പദവിയും കരസ്ഥമാക്കിയിട്ടുണ്ട്. 4 വർഷമായി ഖത്തറിൽ ജിം ട്രെയിനിയായി ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന് മിസ്റ്റർ ഏഷ്യയാകണമെന്നതാണ് ആഗ്രഹം. കടപ്പുറം തൊട്ടാപ്പിൽ മലമ്പാമ്പിനെ പിടികൂടി. പുളിഞ്ചോട്ടിൽ താമസിക്കുന്ന പണ്ടാരത്തിൽ വലപ്പാട് ഷാഹുവിന്റെ വീട്ടുവളപ്പിലാണ് പാമ്പിനെ കണ്ടത്. തൊട്ടാപ്പ് ഫെസ്റ്റ് കഴിഞ്ഞുവരുന്ന കുട്ടികളാണ് രാത്രി 12 മണിയോടുകൂടി പാമ്പിനെ കണ്ടത്. സ്നേക്ക് കാച്ചർ എടക്കഴിയൂരിലുള്ള പള്ളിപ്പറമ്പിൽ ബീരാൻകുട്ടിയാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. ചാലിശ്ശേരി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ദൈവമാതാവിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ബിജു ഇടയാളിക്കുടിയിൽ പെരുന്നാളിന് കൊടിയേറ്റം നിർവഹിച്ചു. വെള്ളി ശനി ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യ പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ആശീർവാദം എന്നിവ നടക്കും. ശനിയാഴ്ച രാവിലെ 9-ന് രൂപത അധ്യക്ഷൻ യൂഹന്നാൻ മോർ തെയോഡോഷ്യസ് മെത്രാപ്പോലിത്തയ്ക്ക് സ്വീകരണം, കുർബാന, ആശീർവാദം, സ്നേഹവിരുന്നും ഉണ്ടാകും. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു ഇടയാളിക്കുടിയിൽ, ട്രസ്റ്റി ഗാഡ്സൺ മാത്യു, സെക്രട്ടറി വർഗീസ് പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകും. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ പഴഞ്ഞിയിൽ സുവിശേഷ യോഗം സംഘടിപ്പിക്കുന്നു. പാലക്കൽ ഓഡിറ്റോറിയത്തിൽ ജനുവരി 26 ഞായറാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ നടക്കുന്ന സുവിശേഷ യോഗത്തിൽ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ PM സ്ലീബ, ബിജി എബ്രഹാം കോലഞ്ചേരി എന്നിവർ വചന ശുശ്രൂഷ നിർവഹിക്കും. യോഗത്തിന് വരുന്നവർക്ക് വാഹന സൗകര്യം ഒരുക്കിയതായി സംഘാടകർ അറിയിച്ചു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂരിന് വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി. പാർട്ടി ഓഫീസിൽ ഒരുക്കിയ ചടങ്ങിൽ BJPയിൽ ചേർന്ന ഷാജിക്കും മകൻ അതുലിനും സ്വീകരണം നൽകി. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് ഇൻചാർജറുമായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, ജില്ലാ കൾച്ചറൽ സെൽ കൺവീനർ MR രമേശൻ, മഹിളാ മോർച്ച ജില്ലാ ട്രഷറർ ഷിനി സുനിലൻ, BMS മേഖലാ ജോയിന്റ് സെക്രട്ടറി ജോൺസൺ വേലൂർ തുടങ്ങിയവർ സംസാരിച്ചു. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുജി ശരുവാത്തോട്ടിൽ നന്ദിയും പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന യോഗം CPIM പുന്നേർകുളം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി V. അപ്പു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSKTU ചാവക്കാട് ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ബിന്ദു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം മണി വേലായുധൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മെമ്മോറാണ്ടം നൽകി. VP ലത്തീഫ്, KK കമറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടൽഭിത്തി നിർമ്മിക്കുക, കടപ്പുറത്തെ രക്ഷിക്കൂ, സേവ് കടപ്പുറം എന്ന മുദ്രാവാക്യമുയർത്തി SDPI പന്തംകുളത്തെ പ്രതിഷേധം നടത്തി. തീരോത്സവം മൈതാനിയിൽ നടന്ന പ്രതിഷേധത്തിന് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KH ഷാജഹാൻ, സെക്രട്ടറി PK റിയാസ്, ജോയിന്റ് സെക്രട്ടറി ഷഫീഖ്, ട്രഷറർ നിസാമുദ്ദീൻ, അഞ്ചങ്ങാടി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഷെഫീദ്, ബ്ലാങ്ങാട് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7410 രൂപ, പവന് 59,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചരമം. നെല്ലുവായി മുരിങ്ങത്തേരി കണ്ടം കണ്ടത്ത് വേണുഗോപാലൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. ഗീത ഭാര്യയും പ്രണവ്, അപർണ എന്നിവർ മക്കളുമാണ്. വടക്കേക്കാട് പരേതനായ കോട്ടയിൽ സെയ്യുട്ടി മകൻ കോട്ടയിൽ അബൂബക്കർ നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഖബറടക്കം പറയങ്ങാട് മഹല്ല് ഖബർസ്ഥാനിൽ നടന്നു. അജ്മൽ, നിജുമ, നാജിയ, നൌഫില എന്നിവർ മക്കളാണ്. കാട്ടകാമ്പാൽ സ്രായിൽ കോലഴി പരേതനായ ഉണ്ണിവൈദ്യരുടെ മകൾ രഞ്ജന നിര്യാതയായി. 65 വയസ്സായിരുന്നു. അവിവാഹിതയാണ്. സംസ്കാരം അയനൂർ ശാന്തി തീരം ക്രിമിറ്റോറിയത്തിൽ നടന്നു. പരേതയായ കാർത്തിയേയനിയാണ് മാതാവ്. പത്മജ, വാസന്തി, ഉഷ, സുജാത, ശൈലജ, ഷർമിള എന്നിവർ സഹോദരങ്ങളാണ്. പേരകം വാഴപ്പുള്ളി മരക്കാത്ത് വാസു നിര്യാതനായി. 77 വയസ്സായിരുന്നു. പേരകം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മുൻ പ്രസിഡന്റും വാഴപ്പുള്ളി ഗ്രാമീണ വായനശാല സെക്രട്ടറിയും മഹാരാഷ്ട്ര സർക്കാരിൽ PWD ഇറിഗേഷൻ ഡെപ്യൂട്ടി എഞ്ചിനീയറുമായിരുന്നു പരേതൻ. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സുഗന്ധി ഭാര്യയും സുവീഷ്, സുവിയ്യ എന്നിവർ മക്കളുമാണ്. കേച്ചേരി പോക്കാക്കില്ലത്ത് മുഹമ്മദ് കുട്ടി മകൻ സക്കീർ ഹുസൈൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം പട്ടിക്കര തടത്തിൽ പള്ളി ജുമാ മസ്ജിദിൽ നടന്നു. ആരിഫയാണ് ഭാര്യ. റിയാസ്, നിഹാസ്, ഹിജാസ് എന്നിവർ മക്കളാണ്. നെല്ലുവായ് ഒടുവിൽ വിലാസിനി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. വാസുദേവൻ നായർ ഭർത്താവാണ്. വിഭ, വീണ, ആനന്ദ് എന്നിവർ മക്കളാണ്.
ചാവക്കാട് മുൻസിഫ് കോടതി ജീവനക്കാരനായിരുന്ന ഗുരുവായൂർ താമരയൂർ പരേതനായ കല്ലയിൽ വേലായുധൻ ഭാര്യ മാളു നിര്യാതയായി. 82 വയസ്സായിരുന്നു. റിട്ടയേർഡ് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഓഫീസറായിരുന്നു പരേത. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടപ്പാളിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച അപകടം. 40ഓളം യാത്രക്കാർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. പരിക്കേറ്റവർ എടപ്പാൾ, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സയിൽ. അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെയുണ്ടായ സംഘർഷം. CPM പ്രവർത്തകരും അനുഭാവികളുമായ 20 പേർക്കെതിരെ കേസെടുത്തു. സംഘർഷം നിയന്ത്രിക്കാനാണ് ലാത്തി വീശിയതെന്ന് പോലീസ്. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ 101ാമത് സംയുക്ത തിരുനാൾ ജനുവരി 24 മുതൽ 27 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. തിരുനാൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവം. വടക്കേക്കോട്ടോൾ സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. 56 വയസ്സുള്ള കൃഷ്ണനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.